ഒരു നിമിഷം ഇപ്പോൾ കാണുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഹൈക്കോടതി കേസ് സ്റ്റേ ചെയ്ത സാഹചര്യത്തിൽ പ്രതികൾ 4 പേർ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പേർ പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ്. പുതുമയിലെ മുൻ MLA ആണ് കെ വി കുഞ്ഞിരാമൻ. നമുക്കിപ്പോൾ അരുൺ പൂപ്പറമ്പ് തത്സമയം ചേരുകയാണ്. അരുൺ, യഥാർത്ഥത്തിൽ ഈ പാർട്ടി സ്വീകരണമില്ല എന്ന് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പറഞ്ഞെങ്കിലും ഇപ്പോഴൊരു സ്വീകരണത്തിൻ്റെ പോലെ തന്നെയുള്ള ചടങ്ങുകളാണല്ലോ അവിടെ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ SK 4 പ്രതികളും ഇപ്പോൾ ജയിൽ മോചിതരായിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പി ജയരാജൻ, MB ജയരാജൻ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MB ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അവരാണ് ഇവരെ സ്വീകരിച്ചത്, പ്രതികളെ സ്വീകരിച്ചത്. ഇപ്പോൾ അവരുടെ പ്രതികരണത്തിലേക്ക് കടക്കാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും 4 പ്രതികളും, അതായത് കെ വി കുഞ്ഞിരാമൻ, കെ മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, അതോടൊപ്പം കെ വി ഭാസ്കരൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കളായ പ്രതികൾ ഇപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആണ് അവരെ ജയിലിൽ നിന്ന് സ്വീകരിച്ചത്. എന്തായാലും നേരത്തെ ഈ വലിയ സ്വീകരണ പരിപാടികൾ ഉണ്ടാവില്ല എന്ന് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു. അത് ജയിലിന് മുന്നിലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു. പ്രവർത്തകർ ആ രീതിയിൽ മുദ്രാവാക്യമൊന്നും വിളിച്ചിരുന്നില്ല. അതായത് ഇവർ പുറത്തിറങ്ങുമ്പോൾ മുദ്രാവാക്യമൊന്നും വിളിച്ചിരുന്നില്ല. പക്ഷേ അതായത് പ്രധാനപ്പെട്ട നേതാക്കൾ എത്തി തന്നെയാണ് അവരെ സ്വീകരിച്ചത്. അതായത് CPM അവരുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള നിലപാട് അനുസരിച്ച് പ്രതികളെ സംരക്ഷിക്കും, അവരുടെ നിയമപരമായും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായും എല്ലാ പിന്തുണയും നൽകും എന്ന ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് CPM മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രധാനപ്പെട്ട ഈ നേതാക്കൾ ഈ പ്രതികൾ പുറത്തിറങ്ങുന്ന ഘട്ടത്തിൽ ഈ ജയിലിലെത്തുകയും അവരെ സ്വീകരിക്കുകയും ചെയ്തത്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുണ്ട്. വലിയ ആവേശ കാഴ്ചകൾ ഇല്ല എന്നു മാത്രമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാക്കൾ, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ നേതാക്കൾ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന നുണയുടെ ഒരു വലിയ കോട്ടയാണ് ഇന്നലത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിലപാടോടുകൂടി പൊളിഞ്ഞു വീണത്. ഈ കേസിൽ ഞങ്ങളെ പ്രതി ചേർക്കുമ്പോഴും 28-ാം തീയതി ഞങ്ങൾ കുറ്റക്കാരാണെന്ന് പറഞ്ഞപ്പോഴും 3-ാം തീയതി ഒരിക്കലും ഞങ്ങൾ അർഹിക്കാത്ത ഒരു ശിക്ഷ നൽകിയപ്പോഴും ഞങ്ങൾ ഒരു തരത്തിലും പ്രതികരിച്ചിരുന്നില്ല. കാരണം നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്കുള്ള വിശ്വാസം കൊണ്ടും ഞങ്ങൾക്ക് നീതി ലഭിക്കും എന്ന പ്രതീക്ഷയിലും തന്നെയാണ് ആ ഘട്ടങ്ങളിൽ നിങ്ങളുടെ ഒരു ചോദ്യങ്ങൾക്കും ഞങ്ങൾ വഴങ്ങാനോ മറുപടി പറയാനോ തയ്യാറാണ്. 6-ാം തീയതിയാണ് ഹൈക്കോടതി ലീവ് കഴിഞ്ഞ് വീണ്ടും ചേരുന്നത്. അന്ന് തന്നെ ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച അപ്പീൽ അപേക്ഷകൾ സ്വീകരിക്കപ്പെടുകയും തൊട്ടടുത്ത ദിവസം അത് പരിഗണിക്കുകയും അന്ന് CBIയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ സാന്നിധ്യമില്ലായ്മ കൊണ്ട് 8-ലേക്ക് മാറ്റിവെക്കുകയും 8-ന് രാവിലെ തന്നെ ഞങ്ങളുടെ ശിക്ഷ സ്റ്റേ ചെയ്തുകൊണ്ടും ഞങ്ങൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടും ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വിധി നീതിന്യായ വ്യവസ്ഥയിലുള്ള ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങൾക്ക് അതിലുള്ള ദൃഢമായ ഞങ്ങളുടെ നിലപാടും ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഈ ഘട്ടങ്ങളിലെല്ലാം ഞങ്ങളുടെ പാർട്ടി തീർച്ചയായും ഞങ്ങളെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം നിരപരാധികളാണ് എന്നും CPIM-നെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം പ്രതി ചേർക്കപ്പെട്ടത് എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ഇതിൽ നിന്ന് മോചനം നേടി വരാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്നതിൽ കാസർഗോഡ് ജില്ലയിലെ പാർട്ടി, കണ്ണൂർ ജില്ലയിലെ പാർട്ടി, കേരളത്തിലെമ്പാടുമുള്ള പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമെല്ലാം വലിയ സഹായവും പിന്തുണയുമാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജവും പാർട്ടി നേതാക്കന്മാരുടെ ഇടപെടലും സാന്നിധ്യവും കൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതിസന്ധി അതിജീവിക്കാൻ പാർട്ടിയെ സഹായിച്ച എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടുമുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹപൂർണമായ അഭിവാദ്യങ്ങൾ. നിയമ പോരാട്ടത്തെ ഗൂഢാലോചന ഏത് രീതിയിലാണ് പാർട്ടി പറയുന്നത്? എങ്ങനെയാണ് ഈ ഗൂഢാലോചന ഉണ്ടായത്? അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതിൽ ഗൂഢാലോചന ഇല്ല. അതാണല്ലോ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. CBI വന്നിട്ട് പ്രതി ചേർത്ത 10 പേരിൽ 9 പേരും പ്രതികളല്ല എന്നുള്ള നിലയിലേക്കാണല്ലോ ഇപ്പോഴെത്തിയിട്ടുള്ളത്. ഒരാളുടെ മാത്രം ഒരു വിഷയത്തിലാണ് ചെറിയ ഒരു കൺഫ്യൂഷൻ ഉള്ളത്. അതും അപ്പീൽ പെറ്റീഷന്റെ ഭാഗമായി പരിഗണിക്കപ്പെടും. അതുകൊണ്ട് ഗൂഢാലോചന ഇല്ല. അങ്ങനെയാണ് ഞങ്ങൾ കേസിൽപ്പെടുത്തിയത് ഞങ്ങൾ പാർട്ടി നേതാക്കന്മാരായതുകൊണ്ട് മാത്രമാണ്. ബാക്കി കാര്യങ്ങൾ പിന്നീട് പ്രതികരിക്കാം.
മുൻ നിയമസഭാംഗം കെ വി കുഞ്ഞിരാമൻ സംസാരിക്കുകയായിരുന്നു. അവർ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അല്പം മുമ്പാണ് പുറത്തിറങ്ങിയത്. നമുക്കിപ്പം അരുൺ പൂപ്പറമ്പ വീണ്ടും ചേരുകയാണ്. അരുൺ, യഥാർത്ഥത്തിൽ ഇവരെല്ലാം നിരപരാധികളാണെന്നും അതറിഞ്ഞുകൊണ്ട് പാർട്ടി സഹായിച്ചു എന്നുമാണല്ലോ അവർ പറയുന്നത്. SK ആദ്യം CPM ആദ്യഘട്ടം മുതലെടുത്ത സ്വീകരിച്ചിരുന്ന നിലപാട് തന്നെയാണ്. അതിൽ ഈ CBI വന്നതിന് ശേഷം ഈ കേസിൽ, അതായത് CPM നേതാക്കളെ ബോധപൂർവം രാഷ്ട്രീയ ഒരു പ്രേരിതമായി അവരെ പ്രതി ചേർത്തു. ഈ പ്രത്യേകിച്ച് KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികളെ ആ രീതിയിലാണ് പ്രതി ചേർത്തത് എന്ന തരത്തിൽ CPM നിലപാട് സ്വീകരിച്ചിരുന്നു. അവർക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടം ഏതറ്റം വരെയും നടത്തും എന്നും CPM വ്യക്തമാക്കിയതാണ്. ഇതിൽ CPM ഈ വിധി വന്നതിന് ശേഷം അവർ സ്വീകരിച്ചിട്ടുള്ള അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വാദം എന്നുള്ളത് രാഷ്ട്രീയ ഗൂഢാലോചന, അതായത് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിച്ചിട്ടുള്ള, അതായത് ഗൂഢാലോചന നടന്നിട്ടുണ്ട്, വലിയ ആസൂത്രണം നടന്നിട്ടുണ്ട്, അതിൽ CPM നേതാക്കൾ പങ്കാളികളായിട്ടുണ്ട് എന്നതായിരുന്നു ആരോപിക്കപ്പെട്ടത്. വിധിയിൽ പക്ഷേ ഈ രാഷ്ട്രീയ ഗൂഢാലോചന തെളിയിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചെറിയൊരു ശിക്ഷ ലഭിക്കുകയും ഇപ്പോൾ ഈ ജയിൽ മോചിതരാകാൻ സാധിക്കുകയും ചെയ്തത് എന്ന നിയമപരമായിട്ടുള്ളൊരു വശം കൂടി CPM വാദമായി മുന്നോട്ട് വെക്കുകയും ചെയ്തു. ഈ നടപടികൾ, പോരാട്ടങ്ങളൊക്കെ CPM മുന്നോട്ട് കൊണ്ടുപോകും എന്നുകൂടി വ്യക്തമാക്കിയിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ജയിൽ സന്ദർശിച്ചിട്ടുള്ള എല്ലാ നേതാക്കളും ഈ 4 CPM നേതാക്കൾ, അതായത് പ്രതികളായിട്ടുള്ള ഈ 4 CPM നേതാക്കളെ മാത്രമല്ല കണ്ടത്, ഈ കേസിലെ മുഴുവൻ പ്രതികളെയും, അതായത് A പീതാംബരൻ ഉൾപ്പെടെ CPM നേരത്തെ പറഞ്ഞിട്ടുള്ള മുഴുവൻ പ്രതികളെയും ജയിലിൽ കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം ഈ കേസിൽ 1-ാം പ്രതി പീതാംബരന്റെ വീട്ടിൽ